നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഇന്ന് വന്നിട്ടുള്ളത് കോങ്ങാമ്പാറുള്ള ഒരു കുട്ടിയുടെ അടുത്തേക്കാണ് കേട്ടോ. മോളുടെ പേര് അനന്യ. അനന്യ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോങ്ങാമ്പാറ LP സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലെ. അനന്യ എന്താ ഞാൻ വരാൻ കാരണം എന്നറിയാം, അനന്യക്ക് ചെടി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ അനന്യക്ക് കുറച്ച് ചെടികളൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെ പൂവാ മോളുടെ അടുത്തുള്ളത്? ഇവിടെ എന്തൊക്കെ ചെടി പൂക്കളുണ്ട്? റോസാപ്പൂവുണ്ട്, പിന്നെ ഇത് ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തി. ഇതില് വേറെ കളർ ഉണ്ട് അവിടെ? ഒരു കളറുള്ളൂ അല്ലെ? ഒരു കളറുണ്ട്. പിന്നെ വേറെന്താ ഉള്ളത്? ചെണ്ടുമല്ലി ഉണ്ട്. ചെണ്ടുമല്ലി 2 കളർ ഉണ്ട് അല്ലേ? ഇത് മോള് കുഴിച്ചിട്ട്, മോളും അച്ഛമ്മയും അമ്മയൊക്കെ കൂടി കുഴിച്ചിട്ടല്ലേ അല്ലേ? ചെണ്ടുമല്ലി 2 കളർ ഉണ്ട്. ഇത് എന്തിന്റെ മര? നാരങ്ങ അല്ലേ? തമിഴിൽ എന്താ, ഇവിടെ എന്താ പറയാ? എരുമച്ചിങ്ക അല്ലേ? എരുമച്ചിങ്ക എന്ന് പറയും. ഈ നാരങ്ങ ചെടിയില്ലേ, ഈ നാരങ്ങ ചെടിയിൽ ചെറിയ പുഴുവിനെ കണ്ടിട്ടില്ലേ? ആ പുഴു എന്തിന്റെ പുഴുവാ? പൂമ്പാറ്റന്റെ പുഴുവാണ്. അപ്പൊ ഇനി കുറെ പൂവിന്റെ ചെടി ഇവിടെ വെക്കണം കേട്ടോ. ഇതൊക്കെ ചെണ്ടുമല്ലിയുടെ തൈയാണ് അല്ലേ? ഇത് മല്ലി, നമ്മളെ മുല്ല എന്ന് പറയുന്ന മല്ലി അല്ലേ? അപ്പൊ 4-5 തരം പൂവ് ആ കുട്ടി വളർത്തുന്നുണ്ട് ഇവിടെ. ഇനിയും കുറെ പൂച്ചെടികൾ വളർത്താനുള്ള ആഗ്രഹമുള്ള കുട്ടിയാണ്. അപ്പൊ നമ്മള് വന്നത് എന്താ വെച്ചാലേ, ഇതിലെ പോകുമ്പോ അവര് വേനൽക്കാലത്തൊക്കെ സമയത്ത് അച്ഛമ്മ വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കും, കുട്ടി അത് കൊണ്ടുപോയിട്ട് ചെടിക്കൊക്കെ നനയ്ക്കാറില്ലേ? അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യണം? ഇതിനൊക്കെ നനച്ചിട്ട് നല്ലോണം പൂവിടണം. എന്താ ഇനിയിപ്പോ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ, പച്ചക്കറിയൊക്കെ കഴിക്കില്ലേ? ഭക്ഷണത്തിൽ പച്ചക്കറി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി കഴിക്കും. മോൾക്ക് അറിയുന്ന ഒരു 5 പച്ചക്കറിന്റെ പേര് പറഞ്ഞാൽ മതി. അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞോളൂ. 5 പച്ചക്കറിന്റെ പേര് കേട്ടാ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ബീട്രൂട്ട്. അപ്പൊ ഇത്രയും പച്ചക്കറികൾ ഇതൊക്കെ കഴിക്കാറുണ്ട് അല്ലെ? പച്ചക്കറി കഴിച്ചാലേ നല്ലോണം പഠിക്കാനൊക്കെ ഉഷാറാവുള്ളൂ കേട്ടോ. അതേപോലെ ഇവിടെ കുറെ പൂച്ചെടികളും ഇനി വെച്ച് പിടിപ്പിക്കുക. നമ്മളുടെ ഈ കൃഷി ചോദ്യങ്ങളിൽ പങ്കെടുത്തതിന് ഒരു സമ്മാനം. അപ്പൊ നമ്മൾ ഈ കൃഷി ചോദ്യങ്ങളായിട്ട് എവിടെ ചെല്ലുമ്പോഴും കുട്ടികളോട് ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ചോദിക്കണമെന്ന് അറിയും. ഇവർക്ക് പച്ചക്കറി അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് നമ്മളെ മോൾക്കൊരു ചെറിയ സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ.